എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മോഹിനിയെ കൊടുക്കാനുള്ള തന്ത്രങ്ങളൊക്കെ നന്ദ പ്രയോഗിക്കുന്നുണ്ട്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കണം. ഗാഥയോട് അത്രയും വലിയ ക്രൂരത ചെയ്ത മോഹിനിയെ വെറുതെ വിടാനായിട്ട് നന്ദ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗാഥ ആ വീട്ടിൽ നിന്ന് ഇറക്കാനായിട്ട് വലിയ തന്ത്രങ്ങൾ വാവച്ചൻ പ്രയോഗിക്കുന്നുണ്ട്. ബാലാജിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ബാലാജിയെ സ്വാധീനിക്കുകയാണ്. കാരണം നന്ദയെ തട്ടിക്കൊണ്ട് പോയത് താൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളാന്ന് ഒരിക്കലും ബാലാജി അറിയരുത്. അത് തന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനെ താൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം ബാലാജിയെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബാലാജിയുടെ അടുത്തേക്ക് ബാവച്ചൻ ചെല്ലുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് എന്ന് തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ജഗന്നാഥൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമായിരുന്നു. ഇന്ദീവരത്തിലേക്ക് തിരിച്ചു വന്ന മോഹിനിയുടെ പ്രേരണ മൂലമായിരുന്നു. മോഹിനി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെമ്പമ്മയുടെ സ്റ്റേജിൽ എന്തൊക്കെയോ ഒരു തിരിമറികളൊക്കെ നടന്നിട്ടുണ്ട്, കണക്കുകളും കാര്യങ്ങളും പിങ്കി കുറച്ചൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഏട്ടൻ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അത് മാത്രമല്ല മഹേശ്വരനോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. മഹേശ്വരൻ പറഞ്ഞു, ചെമ്പമ്മേടി വെച്ച് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ ഞാൻ അവിടെ വെച്ച് മൂഡ് ഓഫ് ആയെന്ന ഇവർക്കൊക്കെ തോന്നുന്നായിരിക്കും, എനിക്കല്ലേലും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, എന്തൊക്കെയോ എൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞോണ്ടാ ഇവിടുന്ന് എല്ലാവരും കൂടെ ചെമ്പമ്മേടിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്ന് എന്ത് കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനാ ജഗന്നാഥ, ഒരു കള്ളത്തരങ്ങളും ഞാൻ നടത്തിയിട്ടില്ലെന്ന് ജഗന്നാഥനോട് പറയാണ്. പക്ഷെ ഏട്ടൻ എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ട്, മുമ്പത്തെ പോലെ ഒന്നും അല്ല, ഏട്ടൻ മോഹം കണ്ടാൽ അറിയാമെന്ന് പറയാണ്. ആ സമയത്ത് മഹേശ്വരൻ പതുക്കെ ഒഴിഞ്ഞു മാറുക. എന്തെങ്കിലും തന്റെ വായിന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഇന്ദീവരത്തുള്ള എല്ലാവരും അറിയും. ജഗന്നാഥൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോഹിനിയോട് ഉറപ്പായിട്ടും പറയും. മോഹിനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റേഡിയോ കൊടുക്കുന്ന പോലെയാ, റേഡിയോ പറയുന്നുള്ള കാര്യങ്ങളാണ് നാട് നീളെ പരക്കുകയും ചെയ്യും. ഒരു കാരണവശാലും അത് ആരും അറിയാൻ പാടില്ല. പിന്നീട് ജഗന്നാഥനോട് പറഞ്ഞതേ, ഇവരിങ്ങനെയൊക്കെ തന്നെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ള ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട്, താൻ എന്തോ കണക്കിൽ എന്തോ കള്ളത്തരമോ കാണിച്ചെന്ന്, അതുള്ള ടെൻഷനുള്ളൂ, വേറെ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് ജഗന്നാഥനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് നന്ദയും കുട്ടി ഗാഥ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഏലപ്പാറയിലുള്ള താന്ത്രികനെ കാണാനെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗാഥ ചോദിച്ചു, ശരിക്കും നന്ദേച്ചി നമ്മൾ ഏലപ്പാറയ്ക്കാണോ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എവിടെന്ന്? നമ്മൾ ഏലപ്പാറയ്ക്കൊന്നും അല്ലെന്നേ, ഇപ്പോഴാ വീട്ടില് മോഹിനി ചെറിയമ്മയുടെ മനസ്സിൽ വലിയൊരു പിടിവലി തന്നെ നടക്കുമായിരിക്കും എന്ന് പറയാം. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞു? അതൊക്കെ കണ്ടു, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവരുടെ വിചാരം നമ്മളിപ്പോ താന്ത്രികനെ കാണാൻ പോയെന്നുള്ളതാ, അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കട്ടെ, അതിന് അവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെ ട്രിക്ക് പ്രയോഗിച്ചെന്ന് പറയാണ്. ഈ സമയം മോഹിനി ആ പടം വിളറി പിടിച്ച് നടക്കുവാണ്. എന്റെ ദൈവമേ, ഹനുമാൻ സ്വാമി അങ്ങനെ തന്നെ ശപിക്കുവോ? ആ മിണ്ടാപ്രാണികളോട് അത്രയും വലിയ മഹാഹത്യ താൻ ചെയ്തിരിക്കുന്നത്, അതുങ്ങൾ വിഷം കൊടുത്ത് അതുങ്ങളെ കൊന്നു കളഞ്ഞു. ഇനിയിപ്പം തൻ്റെ ദേഹം മുഴുവൻ വ്രണങ്ങളൊക്കെ വരുമോ? അതൊന്നും നന്ദ ഇനിയിപ്പോൾ വെറുതെ പറഞ്ഞാണോ? വെറുതെ പറഞ്ഞാൽ വഴിയില്ല. മഹേശ്വരേട്ടൻ എന്താ പറഞ്ഞത്? എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? എന്തിനും പ്രായച്ചിത്തം ചെയ്തേ പറ്റുള്ളൂ. ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ പോയി നിന്നിട്ട് കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ചാലോ? അങ്ങനെയൊക്കെ 100 ചിന്തകളുമായിട്ടിരിക്കുന്ന സമയത്ത് പിങ്കി അങ്ങോട്ട് വന്നു. പിങ്കി വന്നിട്ട്, ഈ ചെറിയമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പവിത്ര വന്നിട്ട് പറഞ്ഞു, ചെറിയമ്മ ഇവിടെ ആകെപ്പാടെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയമ്മയുടെ മുഖം കണ്ടാൽ തന്നെ അറിയപ്പം. ഇപ്പോഴെങ്ങാനും ലക്ഷ്മിയമ്മ വന്നിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങളെല്ലാം നമ്മുടെ പൊളിയും, നമ്മൾ പിടിച്ചു നിന്നേ പറ്റുള്ളൂ പറയണം. എന്ത് ചെയ്യാനാ പിങ്കി? പിങ്കിക്ക് ഇതൊക്കെ പറയാം, ഞാനല്ലേ അത് ചെയ്തേ. പിങ്കി പറഞ്ഞു തന്നുള്ള ശരി തന്നെയാ, പക്ഷെ ആ മഹാപാതകം ചെയ്ത് ഞാനല്ലേ, എനിക്കല്ലേ അതിന്റെ ശാപമൊക്കെ കിട്ടത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ചെറിയമ്മ ഇത്ര ഇങ്ങനെ സില്ലിയായി പോയല്ലോ, അതൊന്നും ഉള്ള കാര്യമൊന്നുമല്ല, അന്ന് അന്ധവൃത നമ്മളെ പറ്റിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. പവിത്ര പറഞ്ഞു, ഞാൻ എത്ര വട്ടി അമ്മയോട് പറഞ്ഞറിയാവോ, എന്നിട്ടൊന്നും അമ്മ ഈ കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. കണ്ടോ, ആ നന്ദേച്ചി പറഞ്ഞ അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസം എന്ന് പറയണം. ഈ സമയത്ത് ലക്ഷ്മിയമ്മയും കൂടി വരുന്നേ. ലക്ഷ്മിയമ്മ വന്നപ്പോഴത്തേനും അവർ 3 പേരും ആ സംസാരം അങ്ങോട്ട് നിർത്തുവാണ്. അല്ല മോഹിനി, നിന്റെ മുഖത്ത് എന്താ ഒരു വല്ലാത്ത വാട്ടം, എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. ഒന്നുമില്ല, അല്ല ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അതുകൊണ്ടുള്ള ഒരു സങ്കടം എനിക്കുള്ളെന്ന് പറയാണ്. ശരിയാ, എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ലത്, എനിക്ക് ഓർക്കുമ്പോൾ സങ്കടം വരിക. ഇനിയിപ്പോൾ പുതിയ കുഞ്ഞുങ്ങളെ കൊണ്ട് തരാന്നൊക്കെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കെന്തോ വളർത്താൻ പോലും തോന്നുന്നില്ല. ഇനിയിപ്പോൾ അതുങ്ങളെയും കൊണ്ടുവന്നാലും അവൾ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുവോളെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗാഥേനും കൂട്ടി നന്ദ അങ്ങോട്ട് കയറി വരുന്നേ. പെട്ടെന്ന് തന്നെ മോഹിനി അങ്ങോട്ട് എന്നിരിച്ചു, അല്ല പ്രായച്ചിത്തം ചെയ്തോ, എങ്ങനെയാ കാര്യങ്ങൾ എന്തായെന്നൊക്കെ ഓടിപ്പോയി ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, പ്രായച്ചിത്തം ചെയ്തില്ല, അതെന്താ? താന്ത്രേന്റെ അടുത്ത് ചെന്നപ്പം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാവോ? ഗാഥ അല്ല അത് ചെയ്തേന്ന്, ഈ വീട്ടിൽ വേറെ ആരോ അത് ചെയ്തേക്കുന്നതെന്ന്.
അദ്ദേഹം അങ്ങനെ പറയണമെങ്കിൽ അത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാ. ഇത് കേട്ട മോഹിനിയിൽ ഒരു ഞെട്ടലുണ്ടായി. പിങ്കി പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ലോ നന്ദേന്ന് പറയണ. ഉറപ്പായിട്ടും പറഞ്ഞ കാര്യമാ, അല്ലെങ്കിൽ അയാളോട് വന്ന് ചോദിച്ചു നോക്ക്. അത് അതിനോട് ചോദിച്ചാൽ പറയും, അല്ല ഇപ്പൊ ഗാഥ കേട്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഗാഥയോട് പറഞ്ഞു, അതുകൊണ്ട് പ്രായശ്ചിത്വം ചെയ്യണ്ട, പൊക്കോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇനിയിപ്പം ആ ആൾ പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ അതിനുള്ള കടുത്ത ശിക്ഷ അയാൾക്ക് കിട്ടുമെന്നും പറഞ്ഞു. ഉടനെ അധികം താമസിക്കാതെ തന്നെ ദേഹം മുഴുവൻ വ്രണം വന്ന് പൊട്ടൂന്നാ പറഞ്ഞേ. മോഹിനിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഈ അവസ്ഥ ഇനി എങ്ങനെ തരണം ചെയ്യും? ഇനിയിപ്പോൾ ലക്ഷ്മി അമ്മയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? നന്ദ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇല്ലെങ്കിൽ അവരൊരു കാര്യം ചെയ്യണം. അങ്ങനെ കർപ്പൂരം കത്തിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ ലക്ഷ്മി അമ്മയുടെ മുന്നിൽ പോയിന്ന് സത്യം തുറന്നു പറയണം. ചെയ്ത തെറ്റ് ആ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പറയണം. എങ്കിൽ മാത്രം ഇനി അവർക്ക് പരിഹാരം ഉള്ളെന്ന് പറയാണ്. ഇല്ലാതെ ഒരു കാര്യം നടക്കില്ലെന്ന് പറയാം. മോഹിനി പെട്ടു. പിങ്കിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചെറിയമ്മ സത്യങ്ങളൊക്കെ തുറന്നു പറയും. പിന്നെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്നാൽ ഈ വീട്ടിൽ ആരായിരിക്കും ഈ ക്രൂരത? നമ്മൾ ഇത്രയും പേര് മാത്രമല്ലേ ഉള്ളൂ. പവിത്രയുടെ ചോദിക്കുന്നുണ്ട്, നീ എങ്ങാനും ആണിടുന്നത്? പവിത്ര പറഞ്ഞു, ഞാനങ്ങനെയും ചെയ്യത്തില്ല. അങ്ങനെ എങ്ങനെ ചെയ്യുവാണെങ്കിൽ എൻ്റെ ദേഹം അങ്ങോട്ട് പൊട്ടിക്കോളേ എന്നൊക്കെ പറയണം. ലക്ഷ്മിയമ്മ അങ്ങനെ സങ്കടപ്പെട്ട് മുറിയിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്ന വാവച്ചൻ നേരെ ബാലാജിയുടെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു. ആ സമയത്ത് വക്കീലും ഉണ്ടായിരുന്നു അവിടെ. അപ്പം ബാലാജി ചോദിച്ചു, എന്താ ഗാഥനെ അവിടെ നിന്ന് ഇറക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോയെന്ന് ചോദിക്കണം. അതെ, ഒരു പ്ലാൻ ഉണ്ട് ബാലാജി, പക്ഷെ അത് വെച്ച് റിസ്ക് ആന്ന് പറയണേ. എന്ത് റിസ്ക്? അതെ, അവിടുന്ന് ഗാഥേനെ ഇറക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഗാഥ അവിടെ കയറി കൂടിയേക്കുന്ന വലിയൊരു ബോംബുമായിട്ടാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? ചെറിയ കാര്യമൊന്നുമല്ല. ഗാഥേനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. കാരണം ഇന്ദീവരത്തിലെ പുത്രിയാണ്, മഹേഷിന്റെ പുത്രിയാണ് ഗാഥ. അത് ആ വീട്ടിൽ ആർക്കും അറിയത്തില്ല, പക്ഷെ നന്ദയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് ആ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗാഥനെ അവിടുന്ന് അവർ പുറത്താക്കും. അത് എത്രയും പെട്ടെന്ന് ഇന്ദീവരത്തിൽ അറിയിക്കണം. എങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ബാലാജിക്ക്. ഗാഥ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാലാജിക്ക് അവളെ കൊണ്ടുപോകാന്ന് പറയാം. പക്ഷെ കാര്യമുണ്ട്, ഈ കാര്യം ആര് പറയും? അത് ശരി തന്നെയാ, പക്ഷെ എനിക്കങ്ങനെ പോയി പറയാൻ പറ്റില്ല. ഞാൻ അവിടുത്തെ കാര്യസ്ഥനാണല്ലോ. ഞാനിത് ആ വീട്ടിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മാകേശന സാർ എന്നെ വെറുതെ വിടുവല്ല. അതുകൊണ്ട് ബാലാജി ഒരു കാര്യം ചെയ്യണം. ബാലാജിയുടെ ഗുണ്ടകളെ ആരെയും ഏർപ്പാടാക്കണം ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ലക്ഷ്മി അമ്മയോട് തന്നെ ഈ കാര്യം ആദ്യം തുറന്നു പറയണം. എന്നിട്ടോ കാര്യമുള്ളെന്ന് പറയാണ്. ബാലാജി ശരിയാ, അത് മതി. അങ്ങനെ തകർക്കാനേ പറ്റുമെങ്കിൽ തകർക്കാം. ഈ സമയം വക്കീൽ പറഞ്ഞു, ഐഡിയ ഒക്കെ നല്ലതാ, പക്ഷെ ഒരു കാര്യം ചെല്ലുന്ന പുലിമടയിലേക്ക് അന്ന കാര്യം ഓർമ്മ വേണം. ACPയുടെ വീടാണ്. അങ്ങനെ പെട്ടെന്ന് ചെന്ന ഒരു കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ തോന്നില്ല. അറിയാലോ, അതൊക്കെ ഓർമ്മ വെച്ചോണം പോകാനെന്ന് പറയണം. ബാലാജി പറഞ്ഞു, ഇത്രയും വലിയൊരു കാര്യം അവിടെ ഉള്ളവൻ പൊട്ടിത്തെറിക്കാൻ പാകത്തിനൊരു കാര്യമുള്ളപ്പോൾ ഇനി എന്തിനാ നമ്മൾ വേറെ കാര്യം അന്വേഷിച്ച് നടക്കണ്ടേ? ഗാഥനെ അവിടുന്ന് പുറത്തിറക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവളെ ഞാൻ നാട് കടത്തുള്ളൂ. കേസും കൂട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രം അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. ഈ ബാലാജിയോട് അവളുടെ കളി ഇതുകൊണ്ട് ഗാഥയെ മാത്രമല്ല ആ നന്ദേനെ ഒതുക്കാൻ കഴിയും. പാവച്ചന്റെ ഉള്ളിലെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നന്ദേനെ കുറിച്ച് അങ്ങനെ അന്വേഷിക്കാൻ പോയാൽ നന്ദേനെ ആരാ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ അന്വേഷിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ താൻ തോന്നും. കാരണം താൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കാരണവശാലും ബാലാജി അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പഞ്ഞിക്കിടുന്ന കാര്യം വാവച്ചൻ അറിയാം. അപ്പോൾ വാവച്ചൻ്റെ ഒരു കുതന്ത്രം പറഞ്ഞു കൊടുത്താണ്. അപ്പം ബാലാജിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് വാവച്ചൻ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം പറഞ്ഞു കൊടുക്കുന്നത് തന്നെ. ഈ സമയം മുറിയിലേക്ക് പോയ മോഹിനി ഒരു കാര്യം തീരുമാനിച്ചു. എങ്ങനെ ലക്ഷ്മിയമ്മയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ലക്ഷ്മിയടുത്തതിൻ്റെ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലേ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അല്ലെങ്കിൽ ഹനുമാൻ ഗോവൻ തൻ്റെ മേലെ ഉണ്ടാവും. അങ്ങനെ ലക്ഷ്മിയമ്മ തന്നെയുള്ള സമയത്ത് മുറിയിലേക്ക് മോഹിനി എല്ലുവാണ്. അപ്പോൾ മോഹിനിയോട് എന്താ മോഹിനി മുഖം വല്ലാതിരിക്കുന്നേ, എന്തെങ്കിലും കാര്യമുണ്ടോ ചോദിക്കും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏട്ടത്തിയോട്. എന്ത് കാര്യമാണ്? എന്താണെങ്കിലും പറ. അത് എന്നോട് ക്ഷമിക്കണം, ഞാൻ വേണേ കാലേ വീഴാന്ന് പറയാം. എന്താ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് പറയാം. തെറ്റ് പറ്റിയോ? എന്ത് തെറ്റ് പറ്റിയെന്ന് പറയാം. അതെ, ആ മുയൽ കുഞ്ഞുങ്ങളെ കൊന്നത് ഞാനാന്ന് പറയാം. ഇത് കേട്ടാൽ ലക്ഷ്മിയമ്മ ഒന്ന് ഞെട്ടി. നീ എന്തിനാ മോഹിനി അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അതാ ഗാഥനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ഞാനും പിങ്കി എല്ലാവരും കൂടി നടത്തിയൊരു നാടകമായിരുന്നു പറയാത്. പക്ഷെ ലക്ഷ്മിയടത്തേക്ക് ഇത്ര വിഷമമാണെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ കാലിലേക്ക് വീഴുക. ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് ലക്ഷ്മിയമ്മ നിൽക്കുക. ആ സമയത്ത് അങ്ങോട്ട് കടന്നു വന്ന് മഹേശ്വരനും ഇത് കേട്ടു. അപ്പം എന്ത് മറുപടി പറയാനും നടത്തില്ല. ദേഷ്യപ്പെട്ട് മഹേശ്വരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ കാണാം ലക്ഷ്മിയമ്മ ഇനിയിപ്പം മോഹിനീനെ പഞ്ഞിക്കിടുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.